അംബേദ്കർ ആൻഡ് വിമൻ റൈറ്റ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്, റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ. അത് ശിവസേനക്കാർ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം രാമായണത്തിലെ രാമൻ സീതയെ ലങ്കയിൽ പോയിട്ട് വിജയിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കൺസിഡറിംഗ് ഹിസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് ഓൺ വൈഫ്, ദ ഫസ്റ്റ് തിങ് രാമ ഡസ് ആഫ്റ്റർ ദ ക്ലോസ് ഫൈറ്റ് ഈസ് ടു ഗീവ് എ ഡീസെന്റ് ബറിയൽ ടു ദ ഡെഡ് ബോഡി ഓഫ് രാവണ. ആദ്യം യുദ്ധം ജയിച്ചിട്ട് രാവണനെ കൊണ്ടുപോയി അടക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? thereafter he interests himself in the coronation of വിഭീഷണ. അതിനുശേഷം വിഭീഷണന്റെ കിരീടധാരണം നടത്തുന്നു. And after that he sends Hanuman to Sita and to inform that Lakshman, him and Sugriva are hale and hearty and they have killed Ravana. എന്നിട്ട് ഹനുമാനെ വിട്ട് പറയുന്നു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ രാവണനെ കൊന്നിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്, വിഭീഷണനെ ആക്കിയിട്ടുണ്ട് എന്ന് പോയി അറിയിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ രാമൻ സീതയെ കാണാൻ പോകുന്നില്ല. 12 മാസത്തോളം രാമൻ ആർക്ക് വേണ്ടിയാണോ യുദ്ധം ചെയ്തത്, സീത ആർക്ക് വേണ്ടിയാണോ കാത്തിരുന്നത്, യുദ്ധം കഴിഞ്ഞിട്ട് രാമൻ ചെയ്യുന്ന ആദ്യ കാര്യങ്ങൾ ബ്രാഹ്മണനായിട്ടുള്ള രാവണനെ വലിയ കാര്യമായിട്ട് അടക്കുന്നു, സംസ്കരിക്കുന്നു, എന്നിട്ട് വിഭീഷണനെ കിരീടധാരണം നടത്തുന്നു, എന്നിട്ട് ഹനുമാനെ വിട്ട് പറയിക്കുന്നു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് സീതയെ പിന്നീട് തിരിച്ചെടുക്കുന്നത്. 12 മാസം. അതൊരു സാധാരണ ഒരു പുരുഷൻ്റെ അന്നത്തെ ഇന്നും പല പുരുഷന്മാർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് അംബേദ്കർ എഴുതിയിരിക്കുന്ന, അംബേദ്കർ എന്തായിരുന്നു സ്ത്രീകളോടുള്ള അംബേദ്കറുടെ സമീപനം എന്നുള്ളത് മനസ്സിലാക്കുക. അംബേദ്കർ ഒരുപാട് സ്ത്രീപക്ഷ നിയമങ്ങൾ, ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇൻ ദ മെഷറിംഗ് ദ പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി ബൈ ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് വിച്ച് വിമൻ ഹാവ് അച്ചീവ്ഡ്. ഒരു സമൂഹത്തിന്റെ പുരോഗതി അറിയണമെങ്കിൽ ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് പുരോഗതി ഉണ്ടെന്നാണ് നോക്കണം. സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹം എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സൗദി അറേബ്യ പ്രോസ്പെറസ് ആണ്, പക്ഷെ അവിടുത്തെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു അശ്ലീലമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഈ മോറൽ അല്ലേ, ശുദ്ധി തെളിയിക്കുക, ചാരിത്രം, വിതൻ ഇൻവേർട്ടർ കോമ, ഈ ചാരിത്രം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ടൂളാണ് കേട്ടോ. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അസ്തിത്വത്തെയും തകർക്കുന്നത് പലരും മനസ്സിലാക്കുന്നില്ല. അവർ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലേ, അവർക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു അടിമത്തമാണ് അവർ പേറുന്നത്. പുരുഷൻ ഹെഡ്ലൈറ്റ് വെക്കുമ്പോഴേ സ്ത്രീയും വെക്കേണ്ട കാര്യമുള്ള യഥാർത്ഥത്തിൽ. അല്ല, സ്ത്രീക്ക് മാത്രമായിട്ട് ചുമക്കേണ്ടുന്ന ഒരു യോക്കും ഈ രാജ്യത്തില്ല, ഈ സമൂഹത്തിലില്ല.